കുട്ടികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു ബീഫ് ലസാനിയ ഉണ്ടാക്കിയാലോ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കണ്ടു നോക്ക്. ഇപ്പോൾ ലസാനിയ ഷീറ്റ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ നമ്മളൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ആ ലസാനിയ ഷീറ്റ്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. അതാണ് സൂക്ഷിക്കേണ്ടത്. ഓരോന്നായിട്ട് ഇട്ടത് ഒന്നുമോ ഒട്ടാത്ത വിധത്തിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് അതിന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതായത് സ്റ്റിക്കായിട്ടുണ്ടോ എന്ന് നോക്കണം. ഒന്നിനോട് ഒട്ടിയിരിക്കരുത്. നമ്മളതിനെ വേർപെടുത്തി കൊടുത്തിട്ട് ഒരു 10 to 15 മിനിറ്റ്സ് കൊണ്ട് നമുക്കതിനെ വേവിച്ചിട്ട് നമുക്കതൊരു സ്ട്രെയിനറിലോട്ട് സ്ട്രെയിൻ ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കതിനൊരു വൈറ്റ് സോസ് ഉണ്ടാക്കണം. വൈറ്റ് സോസ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ ബട്ടറും ഒരു ടീസ്പൂൺ ഓയിലും ഒഴിച്ചിട്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് നന്നായിട്ട് അതിനെ വഴറ്റിയെടുക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്നവരെ നമുക്കതിനെ വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിനകത്തോട്ട് ഞാൻ ഇപ്പോൾ ഒരു 1/2 ലിറ്റർ പാലിനുള്ള കണക്കാണ് ഞാൻ പറയുന്നത്. ഒരു ടേബിൾ സ്പൂൺ നിറച്ച് മൈദ ഇട്ടിട്ട് ആ മൈദയും ഒന്ന് വാട്ടിയെടുക്കണം. മൈദയുടെ പച്ചച്ചുവയൊക്കെ മാറിക്കഴിയുമ്പം നമുക്ക് 1/2 ലിറ്റർ പാല് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അതൊന്ന് മൂത്ത് കഴിഞ്ഞിട്ട് വേണം പാല് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. 1/2 ലിറ്റർ പാല് ആഡ് ചെയ്യുമ്പോൾ തീ കുറച്ചിടണം. എന്നിട്ട് നന്നായിട്ട് വിസ്ക് ചെയ്തിട്ട് തീ കൂട്ടിയിട്ടിട്ട് അതിനെ നല്ല കുറുകുന്ന വിധത്തിൽ നമുക്ക് വൈറ്റ് സോസ് ഉണ്ടാക്കി എടുക്കണം. ഇപ്പോൾ നമുക്കതിൻ്റെ കൺസിസ്റ്റൻസി കാണാം. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിനകത്ത് സീസൺ ചെയ്യണം. അതിനകത്ത് കുറച്ച് സോൾട്ടും പെപ്പറും ഇട്ടിട്ട് നമ്മുടെ വൈറ്റ് സോസ് റെഡിയായി. അപ്പോൾ നമ്മുടെ ഇപ്പം ലസാനിയ ഷീറ്റ്സ് റെഡിയായി, വൈറ്റ് സോസും റെഡിയായി. ഇനി നമുക്ക് എന്താ വേണ്ടത്? അതിനുള്ള ഫില്ലിങ്സ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് ഒരു പാനിൽ നോർമൽ ഓയിലിൽ സവോളയും ഗാർലിക്കും നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്കും 1/2 കിലോ മിൻസ് ബീഫ് നമുക്ക് ഇട്ട് കൊടുക്കാം. ആ മിൻസ് ബീഫിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പ്, അത് വേകാൻ കുറച്ച് സമയം എടുക്കും. ആ സമയം കൊണ്ട് ഉപ്പ്, 1 ടീസ്പൂൺ പെപ്പർ, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ നമ്മുടെ റോസ്മേരി പൊടിച്ചത്, പിന്നെ 1/2 ടീസ്പൂൺ ഒറിഗാനോ, പിന്നെ കുറച്ച് തൈമും ഞാനിവിടെ ഉണക്കി വെച്ചതാണ്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കതിനെ അതിൻ്റെ റെഡ് കളർ മാറി ഒരു ലൈറ്റ് ഒരു ബ്രൗൺ ആവുന്നവരെ അപ്പോഴേക്കും നമ്മുടെ മീറ്റ് കുക്കായി കിട്ടും. ഇപ്പോൾ ദേ നമ്മുടെ മീറ്റ് കുക്കായി. അതിനകത്തോട്ട് ഞാൻ 3 ടൊമാറ്റോയുടെ പേസ്റ്റ്, 3 ടൊമാറ്റോ വെറുതെ മിക്സിയിൽ അരച്ച ആ പേസ്റ്റാണ് നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് വെന്ത് കഴിഞ്ഞ് മാറ്റി വെക്കാം. അത് കഴിഞ്ഞ് ഞാനൊരു ബേക്കിംഗ് ട്രേയിൽ ഞാൻ 2 ബേക്കിംഗ് ട്രേ ആണ് എടുത്തേക്കുന്നത്. അതിനകത്ത് 2 ഷീറ്റ് ലസാനിയ ഷീറ്റ്സ് അടിയിൽ ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കിയ ആ ബീഫ് മിൻസ് ഉണ്ടല്ലോ, ആ ഗ്രേവിയോട് കൂടി നമുക്ക് 2 ബേക്കിംഗ് ട്രേയിലോട്ടും അതിനെ ഇങ്ങനെ ഒരു ലെയർ ഇങ്ങനെ നിരത്തി ഇട്ടാൽ മതി. അത്ര കട്ടിയിൽ വേണ്ട, കുറച്ച് തിന്നായിട്ട് തന്നെ എല്ലായിടത്തും ആകുന്ന വിധത്തിൽ നല്ലതായിട്ട് നിരത്തിയിടുക. അതിൻ്റെ മുകളിലായിട്ട് ഫ്രഷ് ബേസിൽ ലീവ്സ് വെച്ച് കൊടുക്കുക. അപ്പോൾ അത് ബേക്ക് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ ബേസിലിൻ്റെ കിട്ടും. അങ്ങനെ 2 ട്രേയിലും വെച്ച് കഴിഞ്ഞിട്ട് നമ്മളുണ്ടാക്കിയ വൈറ്റ് സോസ് നമുക്ക് ഒരു ലെയർ വൈറ്റ് സോസ് അതിൻ്റെ മുകളിൽ, അതും വളരെ തിന്നായിട്ട്, ഒത്തിരി വേണ്ട, ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 2 ട്രേയിലും ഞാൻ ആ വൈറ്റ് സോസും ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ലെയർ ഇടണമല്ലോ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് അടുത്ത ലെയർ പാസ്ത 2 ഷീറ്റ് നമുക്ക് നിരത്തി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഈ സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യണം. അതായത് ഒരു ലെയർ മിൻസ് മീറ്റ്, ഒരു ലെയർ വൈറ്റ് സോസ്, അതിൻ്റെ മുകളിൽ ചീസ് ഗ്രേറ്റ് ചെയ്തത്, അതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 2 ലെയറായിട്ടാണ് പാസ്ത ഷീറ്റ്സ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഏറ്റവും മുകളിൽ ഇതിൻ്റെ ഈ വൈറ്റ് സോസിൻ്റെ ഏറ്റവും മുകളിൽ വൈറ്റ് സോസ് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ നല്ല പെർമസൻ ചീസും മൊസറല്ല ചീസും 2ഉം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ വിതറി കൊടുക്കാം. നന്നായിട്ട് ചീസ് വേണ്ടവർക്ക് കൂടുതൽ ചീസ് ഇടാം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും ചീസ് കൂടുതലുണ്ടെങ്കിൽ. അപ്പോൾ നന്നായിട്ട് ചീസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ നല്ലതായിട്ട് ചീസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് ആ വൈറ്റ് സോസ് ഫുൾ കവർ ചെയ്യുന്ന വിധത്തിൽ നമുക്ക് ചീസ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിനെ ഒരു ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യണം. ബേക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ ചീസ് ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി. ഇപ്പോൾ ഏകദേശം ഒരു 5 to 10 മിനിറ്റ്സ് കൊണ്ട് നമുക്കത് ബേക്ക് ചെയ്ത് കിട്ടാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഫ്രഷ് ബേസിൽ ലീവ്സ് വെച്ചിട്ട് വേണം സെർവ് ചെയ്യാനായിട്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ നോക്കുക. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും.